ഹലോ കൂട്ടുകാരെ, കണക്ക് സുഖാണോ? അപ്പോൾ ഈശ്വരവചനം നമ്മൾ സംസാരിക്കുന്നത് സംഖ്യ 6:24 അപ്പം അതിനു മുൻപ് ഞാൻ ഇന്നെനിക്കൊരു വളരെ അപ്സെറ്റായുള്ള ഒരു ദിവസമായിരുന്നു. എന്നാൽ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ദിവസമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മിക്ക് ചെറിയൊരു പൊള്ളലേൽക്കുകയും എന്തോ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്ക് പൊള്ളലേറ്റ് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പം നല്ല പേടിച്ചു പോയി. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര അപ്സെറ്റായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് അതെല്ലാം എൻ്റെ പേഷ്യൻസൊക്കെ ഒത്തിരി പേര് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ മമ്മിയെ പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ ഇങ്ങനെ വചനം പറയുമ്പോൾ നല്ല വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം പറയാനും കുടുംബത്തിനും എനിക്കും എല്ലാം വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷണത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം മനുഷ്യനാണ്, ഞാനും പാപിയാണ്, ബലഹീനയാണ്, നമ്മൾ ഒന്നും തികഞ്ഞവരല്ല. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ വേണം. എന്താ പറയുക, സംഖ്യ 6:24 പറയുന്ന പോലെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ. വൈകിട്ട് എന്നോട് ഒരു അമ്മച്ചി ചോദിച്ചു, ഇന്ന കാര്യം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാനത് ഒരു മടിയും വിചാരിക്കാതെ ഇച്ചിരി ലേറ്റായിട്ട് ചെയ്യേണ്ട കാര്യം അമ്മച്ചിയുടെ ഇഷ്ടപ്രകാരം നേരത്തെ ചെയ്തു കൊടുത്തപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, 103 വയസ്സുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചി എന്നോട് പറഞ്ഞു, ബ്ലസ് യു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ രീതിയിൽ പ്രാർത്ഥിച്ച് കുരിശു വരച്ചു. എനിക്കതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അമ്മച്ചിയുടെ മോളെ വിളിച്ചപ്പം അമ്മച്ചി ആ മോളോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മമ്മിക്ക് പൊള്ളലേറ്റതും. അപ്പോൾ അത്രയും ഓർത്ത് നോക്കണം, ആ ഒരു പ്രായത്തിൽ നമ്മളോട് അത്രയും അവർ കാണിക്കുന്ന തീഷ്ണതയും സ്നേഹവും എന്താണ്, അത് ഒരു അനുഗ്രഹം. അമ്മച്ചി അത് ബ്ലസ് ചെയ്ത് എന്നെ അനുഗ്രഹിച്ചപ്പോൾ എനിക്കതൊരു വലിയൊരു ഒരു വലിയ സമ്മാനം കിട്ടുന്ന ഒരു പ്രതീതിയിൽ എനിക്കതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ജോലിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുഗ്രഹം ഈശോയിൽ നിന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അനേകം വഴിയിലൂടെ, നമ്മുടെ ജോലിയിലൂടെ, നമ്മുടെ ഡെയിലി ലൈഫിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനേകം പേരിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാം. തലമുറകളായിട്ട് വരുന്ന അനുഗ്രഹം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അനുഗ്രഹം നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. യാക്കോബ് ചോദിച്ച പോലെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ പറഞ്ഞയക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ചോദിച്ചു വാങ്ങിച്ചെടുക്കണം എന്ത് അനുഗ്രഹം. ഈശോ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, നമ്മളെ പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. അപ്പോൾ ഈ വചനത്തോടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.